നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിലെ 30 ഭരണഘടനാ ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. ഇന്ന് PSC നടത്താനിരിക്കുന്ന ഏതൊരു എക്സാമിനും വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന 30 ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക, 30 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കൂടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഭരണഘടന രൂപം കൊണ്ടപ്പോഴുള്ള ഭാഗങ്ങളുടെ എണ്ണം 22ആണ്. ശരിയാണോ? അതോ ശരിയാണ്. ഭരണഘടന രൂപം കൊണ്ടപ്പോഴുള്ള അനുച്ഛേദങ്ങളുടെ എണ്ണം 395ആണ്. അതും ശരിയാണ്. ഭരണഘടന രൂപം കൊണ്ടപ്പോഴുള്ള പട്ടികകളുടെ എണ്ണം 8ആണ്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഇതിൽ 1, 2, 3 ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ഭരണഘടന രൂപം കൊണ്ട സമയത്ത്. രണ്ടാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഉത്തരാഖണ്ഡ് ആണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന് ഏത് വർഷമാണ്? ഉത്തരം 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. നാലാമത്തെ ചോദ്യം, പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ആരുടെ വാക്കുകളാണിത്? പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ സി ആണ്. EN ഗ്ലാഡൻ ആണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് പറഞ്ഞത് EN ഗ്ലാഡൻ ആണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. 1976-ലെ 42-ാം ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയത്. അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ സിവിൽ സർവീസ് ദിനം എന്നാണ്? ഇന്ത്യൻ സിവിൽ സർവീസ് ദിനം എന്നാണ്? ഓപ്ഷൻ എ ആണ്. ഏപ്രിൽ 21 ഇന്ത്യൻ സിവിൽ സർവീസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, 2010-ലെ കേരള ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദുരന്തങ്ങളെ എത്രയായി തരംതിരിക്കാം? 2010-ലെ കേരള ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദുരന്തങ്ങളെ എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്. 5 ആയിട്ടാണ് തരംതിരിക്കുന്നത്. അപ്പം 5 2010-ലെ കേരള ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദുരന്തങ്ങളെ 5 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. താക്കൂർ ദാസ് ഭാർഗവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, കാര്യനിർവഹണത്തിന്റെ തലവൻ ആരാണ്? കാര്യനിർവഹണത്തിന്റെ തലവൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. രാഷ്ട്രപതിയാണ് കാര്യനിർവഹണത്തിന്റെ തലവൻ. 10-ാമത്തെ ചോദ്യം, ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന ഭരണഘടനാ ഭാഗം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന ഭരണഘടനാ ഭാഗം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അയർലൻഡ് ആണ്. അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ മാർഗനിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത്. 11-ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ഏതാണ്? വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വിവര സ്വാതന്ത്ര്യ നിയമം. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002-ലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് 2005-ലെ വിവരാവകാശ നിയമം ഇന്ത്യ പാസാക്കിയത്. അടുത്തത് 12-ാമത്തെ ചോദ്യമാണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇതിൽ ഓപ്ഷൻ സി ആണ്. അതായത് 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ബന്ധമില്ലാത്തത്. അപ്പം ഇതിൽ 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധമില്ലാത്തത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാക്കി 3 ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഇതെല്ലാം ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം കേട്ടോ. 13-ാമത്തെ ചോദ്യം, ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം. ഇന്ത്യ മൗലിക അവകാശങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ മൗലിക അവകാശങ്ങൾ എന്ന ആശയം
കടമെടുത്തിട്ടുള്ളത്. 14ാമത് ചോദ്യം, അറ്റോർണി ജനറൽ സർക്കാരിന് നൽകുന്ന പ്രധാന സേവനം എന്ത്? അറ്റോർണി ജനറൽ സർക്കാരിന് നൽകുന്ന പ്രധാന സേവനം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, നിയമ ഉപദേശമാണ്. ഇന്ത്യയുടെ 1ാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അപ്പൊ അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 76 ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമ ബിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണ്? ഗാർഹിക പീഡന നിരോധന നിയമ ബിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആണ് ഗാർഹിക പീഡന നിരോധന നിയമ ബില്ല് ഒപ്പുവെച്ചത്. 2005 ഈ ബില്ല് പാസാക്കിയത്. 16ാമത്തെ ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും അധികാര വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ പട്ടിക ഏതാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും അധികാര വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ പട്ടിക ഏതാണ്? അതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ്, 7ാം പട്ടികയിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും അധികാര വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്, നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ വഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗം ഏതാണ്? നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കാര്യനിർവഹണ വിഭാഗമാണ്. 18ാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, റിപ്പൺ പ്രഭു ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 19ാമത്തെ ചോദ്യമാണ്, പാർലമെന്ററി സബ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? പാർലമെന്ററി സബ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, PK തങ്കൻ കമ്മിറ്റി. PK തങ്കൻ കമ്മിറ്റിയാണ് പാർലമെന്ററി സബ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി. 20ാമത്തെ ചോദ്യം, സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് സംബന്ധിച്ച ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് സംബന്ധിച്ച ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 165. 21ാം ചോദ്യമാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ ആക്ട് ആണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റാൻ കാരണമായ നിയമമാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. കിട്ടിയില്ലേ? അടുത്ത ചോദ്യം നോക്കാം. 28ാമത്തെ ചോദ്യമാണ്, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഏതാണ്? സി ആണല്ലേ. സി ആണ് വരുന്നത്. 3ഉം 4ഉം സ്വത്തവകാശവും സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശവും മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, തൊഴിലുറപ്പ് ക്ഷേമനിധി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? തൊഴിലുറപ്പ് ക്ഷേമനിധി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കേരളമാണ്. കേരളമാണ് തൊഴിലുറപ്പ് ക്ഷേമനിധി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 24ാമത്തെ ചോദ്യമാണ്, മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണല്ലോ. ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ് മാർഗനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനയിൽ നിലവിൽ എത്ര ഭാഗങ്ങളുണ്ട്? ഭരണഘടനയിൽ നിലവിൽ എത്ര ഭാഗങ്ങളാണുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 25 ഭാഗങ്ങളാണ് നിലവിലുള്ളത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 22 ഭാഗങ്ങളായിരുന്നു അല്ലേ. 26ാമത്തെ ചോദ്യം, സംരക്ഷണ ഓഫീസർ ഗാർഹിക സംഭവ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംരക്ഷണ ഓഫീസർ ഗാർഹിക സംഭവ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മജിസ്ട്രേറ്റിനാണ് സമർപ്പിക്കേണ്ടത് അല്ലേ. സംരക്ഷണ ഓഫീസർ ഗാർഹിക സംഭവ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് മജിസ്ട്രേറ്റിനാണ്. അടുത്തത് 27ാമത്തെ ചോദ്യമാണ്, ആരുടെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്? ആരുടെയാണ്?
ഉത്തരം ഓപ്ഷൻ എ ആണ്. സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 13 സരോജിനി നായിഡുവിന്റെ ജന്മദിനം. അന്നാണ് ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. 28ാമത് ചോദ്യം, സോളിസിറ്റർ ജനറലിന്റെ നിയമനം നിർവഹിക്കുന്നത് ആര്? സോളിസിറ്റർ ജനറലിന്റെ നിയമനം നിർവഹിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രാഷ്ട്രപതിയാണ്. അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റിന്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിയാണ് സോളിസിറ്റർ ജനറലിന്റെ നിയമനം നിർവഹിക്കുക. ഇന്ത്യ പിന്തുടരുന്ന കാര്യനിർവഹണ രീതി ഏതാണ്? ഇന്ത്യ പിന്തുടരുന്ന കാര്യനിർവഹണ രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. പാർലമെന്ററി വ്യവസ്ഥ. പാർലമെന്ററി വ്യവസ്ഥയാണ് ഇന്ത്യ പിന്തുടരുന്ന കാര്യനിർവഹണ രീതി. ലാസ്റ്റ് ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 32 അല്ലെ? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ. അപ്പോൾ ഇത്രയുമാണ് PSC ബുള്ളറ്റിനിൽ ഉണ്ടായിരുന്ന 30 മോക്ക് ടെസ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളിത് നിസ്സാരമായിട്ട് കാണുന്നത്. PSC ബുള്ളറ്റിനൊക്കെ കൊടുക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.